Let's talk about your ex. Okay, 2 days in Kolancheri. Oh yes, 2 days. How was the stay? it was perfect. I like this place. Okay. It's all I needed. It's beautiful. It's clean. The staff is very attentive. Excellent place to stay. Okay, and did you rest well? Very well, thank you. Are you ready for the long flight? Oh, I you hope know, no. Yeah. flights. Yeah. But no, luckily she got break here and there. We did organize something in Cochin and Mumbai. We'll show you that everything in the coming videos. For now, we're heading to Cochin International Airport. Thank you. Bye bye. Look at that. Bye bye, Maria. Thank you for everything. Na? Yeah. You must take my number from Sajo and just say Okay. Okay. അപ്പം നമ്മൾ അടുത്ത വിളിക്കുന്നു. Qatar is nice. Through my fingers and my toes, I'm a baseball coach when they surround me like the lows. അപ്പോൾ നമ്മൾ എം സി റോഡിൽ ട്രാവൽ ചെയ്യുമ്പം കൂത്താട്ടുകുളത്തിനും മൂവാറ്റുപുഴയ്ക്കും ഇടയിൽ നമുക്ക് നല്ല കൈതച്ചക്ക കിട്ടുന്ന സ്ഥലമുണ്ട്. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്ന് ഞങ്ങൾ കൈതച്ചക്ക കഴിച്ചതിന് ശേഷം മാരിയന് അതുകൂട്ട് പിന്നെ കഴിക്കണം എന്ന് ആഗ്രഹം പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ റോഡ് സൈഡിലൊന്ന് നിർത്തിയതാണ്. Are you ready for pineapple? Sweet pineapple. Sweet pineapple. With Okay. little bit of spices. Okay, then this is a place actually from my childhood memory. I remember whenever I drive through MC Road, I stop here. So you got now one more story to tell when you come back to South Africa. Shaijo showed me the place where he eat pineapple. Yes. അപ്പം മാരിയൻ എപ്പോഴും എന്നെ കളിയാക്കും. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അറിയാമല്ലോ എൻ്റെ സ്വഭാവം എനിക്കറിയാം. അപ്പോൾ ഞാൻ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇവിടെ പുഴകളുണ്ട്, നമ്മൾ ഒത്തിരി ബ്ലസ്ഡ് ആണ്, നമുക്ക് 42 റിവേഴ്സ് ഉണ്ട്, അങ്ങനെയൊക്കെ ഞാൻ എപ്പോഴും പറയും. അപ്പോൾ അവൾ എന്നെ കളിയാക്കാൻ തുടങ്ങി. ഇപ്പം നമ്മുടെ മൂവാറ്റുപുഴയാറ് കിടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പമ്പയാറ് കിടക്കുകയാണെങ്കിൽ അന്നേരം മാരിയൻ വാട്ട് യു സേ വെൻ യു സീ എ റിവർ? Sajo, yes, the river. Kerala has lots of rivers. River, yes. Kerala got a lot of rivers and Shaijo there is a big river. അവൾ എന്നെ കളിയാക്കുന്നതാണ്. ഞാനെപ്പോഴും ഇതൊക്കെ നമ്മുടെ നാടിനെ കുറിച്ച് പറയുന്നതിൽ അധികം സന്തോഷം കൊണ്ട് പറയുന്നതാണ്. അപ്പോൾ ഇപ്പോൾ അവൾ എന്നെ തിരിച്ച് ട്രോൾ ചെയ്യാൻ തുടങ്ങി. ആൻഡ് യു ഗോട്ട് ലോട്ട് ഓഫ് ഗ്രീനറി ഹിയർ ആൻഡ് ലോട്ട് ഓഫ് ട്രീസ് ഹിയർ ആൻഡ് യു ഗോട്ട് മൗണ്ടൻ റേഞ്ചസ് ആർ ഹിയർ, അങ്ങനെ. സോ വി ഗോട്ട് എവറിത്തിങ് ആൻഡ് വി മിസ് ലോട്ട് ആക്ച്വലി, So India is way too big. Yeah, Kerala itself we miss lot actually. Then India, so we have to plan. You have to come with adventurous. You have to come for a whole year to stay in each place so Yes. you can explore. You get the point actually. Yes. Yeah. അപ്പോൾ അതാണ് ഞങ്ങൾ അപ്പം കൈതച്ചക്ക കഴിച്ചിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോവാണ്. വളരെ എന്താ ഒരു മെമ്മറി ആയിരുന്നു അറിയാമോ. ഭയങ്കര എന്താ പറയുക, നമ്മൾ ഇത്രയും കാലം അങ്ങനെ ഒരാളോടെ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ്, പിന്നെ നമ്മുടെ നാടിനെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അങ്ങനെയൊക്കെ. പുള്ളി എല്ലാത്തിനകത്തും മസാല ഇട്ടോ? കുഴപ്പമില്ല, കുറച്ചായിട്ട് ഇട്ടിട്ടുള്ളൂ അല്ലേ? മാരിയൻ ജസ്റ്റ് ട്രൈ, ഐ വാണ്ട് യുവർ എക്സ്പ്രഷൻ. ഇത് ടു ഹോട്ട്? നോ, വെരി നൈസ്. ഇപ്പോൾ മധുരം അതേ ഓർമ്മ. അപ്പം മൂവാറ്റുപുഴക്കാരും കോട്ടയംകാരും, എൻ്റെ ഭാഷ മാത്രമല്ല കേട്ടോ ഈ ഏരിയ എന്നുള്ളത്, എനിക്ക് ഇവിടുത്തെ ഭക്ഷണവും ഇവിടുത്തെ രുചികളും ഇവിടുത്തെ ശീലങ്ങളും ഒക്കെ എനിക്കറിയാം. ഞാനും ഒരു പഴയ പാലക്കാരനാണ്. ഞാനല്ല കേട്ടോ, എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ടൈമിൽ ഞങ്ങൾ പാലായിൽ നിന്ന് മൂവ് ചെയ്ത ആൾക്കാരാണ്. അതാണ് എൻ്റെ സ്റ്റോറി എന്നും പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നില്ല. പക്ഷേ ഇവിടുത്തെ ടേസ്റ്റും ഈ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തെ രുചി ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ തപ്പി കണ്ടുപിടിക്കുന്നതാണ്. MC റോഡിൻ്റെ തീരത്ത് നിന്ന് ഒരു ഗ്രോട്ടോയുടെ സ്റ്റോപ്പുണ്ട്. ഞാൻ പണ്ട് തൊട്ട് അവിടെ വണ്ടി നിർത്തി, കുന്നല്ലേ, മേരിക്കുന്ന് ഗ്രോട്ടോയുടെ അവിടെ നിർത്തി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവാം. MC റോഡിൽ പാസ്സാകുമ്പോൾ ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ ഹിറ്റായ വീടാണ്, നമുക്കറിയാമല്ലോ. MC റോഡിൽ പണ്ട് തൊട്ടേ പണ്ട് തൊട്ട് നമ്മളെല്ലാം ഈ റൂട്ടിൽ സഞ്ചരിക്കുന്നവർ ശ്രദ്ധിക്കുന്ന ഒരു വീടാണ് അത്. പിന്നെ ഞാൻ മാരിയനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമായിരുന്നു, നമ്മുടെ ട്രഡീഷണൽ സ്റ്റൈൽ ഓഫ് ഒരു ഹൗസാണെന്ന് പറയുമായിരുന്നു. ഇപ്പോൾ ഇങ്ങനത്തെ വീടുകളൊന്നും കാണാനേ ഇല്ല കേട്ടോ. പക്ഷേ എന്നാലും ഈ പഴമയുള്ള ആ വീട് കാണുമ്പോൾ നമുക്കൊരു ഈ വീടിരിക്കുന്ന പൊസിഷനും കാണുമ്പോഴും നമുക്ക് ഒരു രസം. പക്ഷേ ഇപ്പോഴത്തെ വീടുകളൊക്കെ ഇങ്ങനെ മാരിയൻ ലുക്ക് ദിസ് അവർ ന്യൂ ജനറേഷൻ ഹൗസ് ആർ ലുക്ക് ലൈക്ക് ദാറ്റ്. You can ask me why, Shaijo. What was that? No, it's not like that, just we on the way, mostly our all religious, they go religious, even if I see a temple or a church,
there are places in the highway we pray before we do long drives actually. To the God, because this now we saw this one Mingunam, always we stop here because it's close to the MC road. So just to say that not only me, you see people are stopping, other people also stopping, and just pray that God please bless us. You can just stand that side and show the Keep the journey safe. journey safe. If I go to Palakkad route, അവിടെയാണെങ്കിൽ പണ്ട് നമ്മുടെ കുതിരാൻ വരുന്നതിന് മുമ്പ് അവിടുത്തെ ഒരു അമ്പലം ഉണ്ടായിരുന്നു, നമ്മൾ പൈസ ഇടുന്നൊരു അമ്പലം ഉണ്ടായിരുന്നു. അങ്ങനെ പല സ്ഥലം ഇപ്പോൾ വയനാട് ചുരം കയറുവാണെങ്കിൽ അവിടെ നമ്മുടെ ചങ്ങലയൊക്കെ കെട്ടിയിട്ടേക്കുന്ന അവിടെ പൈസ ഇട്ട് നമ്മൾ ട്രാവൽ ചെയ്യാറുണ്ട്. അങ്ങനെ അത് ഓക്കെ നമ്മൾ ഞാൻ ഇവിടെ മാരിയനോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമായിരുന്നു. Shaju, there's another river. That's the river called Muatuvuzha R. That's one of the famous river. If you talk about the story of that bridge, how the bridge built and everything, I can give you half an hour lecture on that one. Do you want to start? No, thank you. Do you want me to start? There's too many rivers and too many bridges. Okay, yes, we are blessed with the rivers. You guys are blessed. Okay, we are crossing Muatuvuzha. This place called Muatuvuzha. My mother studied here in Muatuvuzha, Nirmala College. She did his PDs. That time it's a pre-degree. Yeah. So I know a little bit about Muatuvuzha and my relatives are here. So this is what how we ഞാൻ പറയുമായിരുന്നു നമ്മൾക്ക് എൻ്റെ പാരൻസ് നമ്മൾ റിലേറ്റീവ്സിൻ്റെ വീടുകളിലൊക്കെ പോയാണല്ലോ നമ്മൾ ആദ്യത്തെ യാത്രകളൊക്കെ തുടങ്ങുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ മമ്മിയുടെ വീട് അല്ലെ മമ്മിയുടെ ബന്ധുക്കളുടെ വീടൊക്കെ യാത്ര ചെയ്താണ് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പരിചയപ്പെടുന്നത്. മാരിയൻ്റെ ഫ്ലൈറ്റ് ഈവനിങ് 10 o'clock മാത്രമേ ഉള്ളൂ. ഞാൻ 3 o'clock ആയി. എനിക്കിനി ഓൾ ദ വേ ടു കാസർഗോഡ് എത്തേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് ലോങ് ഡിലേ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഈ ടൈം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പുതിയ ലോഞ്ച് സ്റ്റാർട്ടായിട്ടുണ്ടല്ലോ, നമ്മുടെ എയർപോർട്ടിലെ പുതിയ ലോഞ്ച്. മാരിയൻ ഐ എം കമ്മിങ്. 0484 നമ്മുടെ എറണാകുളം കോഡ് ഉള്ള ലോഞ്ച് സർവീസ് ഉപയോഗപ്പെടുത്താമെന്ന് വിചാരിച്ചു. എനിക്കൊരു നമുക്ക് എപ്പോഴും ഒരു എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റേ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഒരു കൺവീനിയൻ്റ്. എസ്പെഷ്യലി നമ്മൾ പുറത്തുനിന്നൊക്കെ വരുമ്പോൾ നമ്മുടെ ഗസ്റ്റിന് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്യുന്ന അല്ലെ നമ്മുടെ ഹോസ്റ്റിന് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്ന് റീഫ്രഷ് ആവാൻ വേണ്ടി അതൊരു എല്ലാ ഇൻ്റർനാഷണൽ എയർപോർട്ടുകളിലും കാണുന്നത്. അപ്പോൾ നമുക്കും അത് കിട്ടിയെന്ന് പറയുന്നത് സൗകര്യമാണ്. ചിലപ്പോൾ ഇത്തിരി എക്സ്പെൻസീവ് സൈഡായിട്ട് തോന്നാമായിരിക്കാം, എന്നിരുന്നാൽ പോലും അതിൻ്റെ ഒരു കൺവീനിയൻസ് ഒത്തിരിയുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഇതിൻ്റെ റേറ്റും എങ്ങനെയൊക്കെയാണ് ബുക്ക് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഉള്ള എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. മാരിയൻ is also excited because she's a spa lover and apparently there is a spa available, spa facility available. Oh yes. You got time also, you can book actually. Yes. But first I want to just freshen up. Okay. Yes. Okay, let's go. Marian, is everything going smooth? Yes. As you plan, as you wish. As I wished and planned. നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ 6 മണിക്കൂർ അല്ലെങ്കിൽ നമുക്ക് ചുരുങ്ങിയ സമയമുള്ളെങ്കിൽ നമുക്ക് ആ ഓപ്ഷൻ എടുക്കാൻ പറ്റും. പക്ഷേ അത് ഓൺലൈനിൽ കിട്ടിയല്ല, ഇവരുടെ ഫോൺ നമ്പർ വിളിച്ച് കൺഫേം ചെയ്യണം. ഞങ്ങളും അത് തന്നെയാണ് ചെയ്തത്. ഞങ്ങൾ ഇന്നലെ വിളിച്ചിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു രാവിലെ 10 o'clock ഒന്നും കൂടെ വിളിക്കാൻ പറഞ്ഞു. അവർ പേയ്മെൻറ്റ് ലിങ്ക് തരുന്നില്ല, പക്ഷേ ഇവരുമായിട്ട് സംസാരിച്ച് നിങ്ങളുടെ ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. ഒരു 3800 രൂപയെ വരുന്നുള്ളൂ. അല്ലെങ്കിൽ ഓൾ ഡേ 24 hours എടുക്കുകയാണെങ്കിൽ 5,000 സംതിങ് വരുന്നുണ്ട്. 5,480 അങ്ങനെയാണ് വരുന്നത്. ആ രീതിയിലും ഉണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഒരിക്കലും നമ്മൾ 24-നേക്കാളും നമ്മൾ വിചാരിക്കുന്നത് ഒരു 6 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്ത് ഒന്ന് ഫ്രഷായി പോകാമെന്നുള്ള. മാരിനോ ഫോർ യു ഓൾസോ യു വാണ്ട് ടു ജസ്റ്റ് ഗെറ്റ് ഫ്രഷ് ആൻഡ് സ്പെൻഡ് ആൻ എ സ്പാ. ഓക്കെ. അപ്പോൾ ഞാൻ ഓൺലൈൻ ബുക്കിംഗ് ഓപ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ 24 hours ആണ്. അല്ലെങ്കിൽ നിങ്ങൾ 6 hours എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവരുടെ കസ്റ്റമർ കെയർ നമ്പർ വിളിക്കുക, എന്നിട്ട് നമ്മൾ 6 hours ബുക്ക് ചെയ്യുക, ഇവിടെ വരിക, കൺഫേം ചെയ്യുക.
അത് പറയുന്നതോടെ തന്നെ ഞാൻ വേറൊരു ഇൻഫർമേഷൻ പറയാം. നിങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് നമ്മളെ കൂട്ടാൻ വരുന്നവർ വെയിറ്റ് ചെയ്യുന്നവരെ നമുക്ക് അവരോട് പറയാം ലാസ്റ്റ് മൊമെൻറ്റിൽ നിങ്ങൾ പുറത്തിറങ്ങിയാൽ മതി, എപ്പോഴാണോ അവർ നിങ്ങളെ കൂട്ടാൻ വരുന്നത്. പക്ഷേ ഡ്രോപ്പ് ചെയ്യാൻ വരുവാണ്, ഇപ്പോൾ ലൈക്ക് മരീനെ ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ വരുവാണ്, പാർക്കിങ് നമ്മൾ എങ്ങനെയാണ് വരുന്നത് നമുക്കൊരു ഡൗട്ട് ഉണ്ടാവുമായിരിക്കും. നമ്മൾ മെയിൻ എൻട്രൻസിൽ കൂടെ തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ ലഗേജൊക്കെ ഇവർ അസിസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ലഗേജൊക്കെ ഇവിടെ ഇറക്കി വെക്കാം. പക്ഷേ 24 hours നമ്മൾ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 350 വരും നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ. അവർലി ബേസ് ആണെങ്കിൽ എയർപോർട്ടിൻ്റെ അവർലി പാർക്കിംഗ് ചാർജ് എത്രയാണോ വരുന്നത് അത് തന്നെയായിരിക്കും ചാർജ് ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. അങ്ങനെ പറഞ്ഞു വന്നപ്പോഴേക്കും ഞങ്ങൾ റൂം എത്തി. ലെറ്റ്സ് സീ വാട്ട്സ് ഇൻസൈഡ്. Okay. And ma'am, Yeah. we have a mini bar over here. Yeah. I will show you. This is a mini bar, Okay. and that's chargeable. Okay. Right is over here. Okay. This is also chargeable. Yeah. And that's complement. Okay. And if you want any kind of help, just call 301. 1. Okay. Reception Yeah. number. Thank you. And I will show you how to access the hall. Okay. You have to press the button Yeah. and turn here. Okay. Press and Press and turn in the top. top one. If you want this one, Yeah. Yeah. So you. Okay. Yeah. സോ ഇത് നമ്മുടെ ഒരു ബേസിക് ഞങ്ങൾക്ക് ഓൾ ഡേ നിൽക്കാൻ സ്റ്റേ ചെയ്യാൻ പ്ലാൻ ഇല്ല, ജസ്റ്റ് ഡ്രോപ്പ് ഓഫ് ആൻഡ് ഗോ ആണ്. അപ്പോൾ ഞങ്ങൾ സ്റ്റാൻഡേർഡ് റൂംസ് എടുത്തുള്ളൂ. 6 hours സ്റ്റേക്ക് മോസ്റ്റ് ഓഫ് നമുക്ക് അതായിരിക്കും നമ്മളെല്ലാവരും നോക്കുന്നത്. 6 മണിക്കൂറിന് എടുക്കുക. 3500 റേഞ്ചിലാണ് നമുക്ക് വന്നത്. ഇത് ഡീലക്സ് ആണ് വരുന്നത്. നമുക്കിനി സ്യൂട്ട് റൂമുണ്ട്. സ്യൂട്ട് റൂമിൻ്റെ ഫെസിലിറ്റി കുറച്ചും കൂടെ വാവുമാണ്. നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നിസാം നമുക്ക് ഇവിടെ സ്യൂട്ട് റൂമിൻ്റെ ഫെസിലിറ്റിയും കൂടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. കുറച്ചും കൂടെ വൈഡ് ഏരിയ ഉണ്ട്, നന്നായി നൈസായിട്ട് ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഈ സിംഗിൾ ബെഡ് ആയിട്ട് ട്വിൻ സെപ്പറേറ്റ് കിട്ടുമോ? ട്വിൻ സെപ്പറേറ്റ് നമുക്ക് സിംഗിൾ ബെഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ട്വിൻസ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ആക്കാം അല്ലേ, ട്വിൻ സെപ്പറേറ്റും കിട്ടും അല്ലേ. ഓക്കെ, അപ്പം മാക്സിമം നമുക്ക് ഒരു റൂമിൽ 12 persons ആണ്, ലൈക്ക് 2 പേരൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സ്ട്രാ ഒരാളും കൂടെ മാക്സിമം ഒരു ആൾക്ക് കൂടെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഒരു ഫാമിലി വരുന്നു, 2 പിള്ളേരുണ്ട്. അപ്പോൾ അവർ 2 റൂം എടുക്കേണ്ടി വരുമോ അതോ ഒരു ട്വിൻ റൂം ഇതുപോലത്തെ ഒരു റൂം എടുത്തിട്ട് കുട്ടികൾക്ക് കിടക്കാനുള്ള സൗകര്യം കൊടുക്കുന്നുണ്ടാവും? ജസ്റ്റ് ചെറിയൊരു 5 വയസ്സിന് മുകളിലുള്ളതാകുമ്പോൾ നമ്മൾ പെർ ഹെഡ് ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ ഒരു റൂമിൽ 3 പേരാണ് അറിയുന്നത്. ഓക്കെ, അപ്പോൾ അഡീഷണൽ ബെഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ? അഡീഷണൽ ബെഡ് ഇടാൻ പറ്റുമോ? അതെ, എക്സ്ട്രാ ബെഡ്. ഓക്കെ, ചാർജബിൾ ആണെങ്കിലും അങ്ങനെയുണ്ട്. അതെ, ഞാനത് പറയാൻ കാരണം ഇതുകൊണ്ടാണ്. നമ്മൾ മിക്കവാറും നമ്മൾ NRIs എല്ലാവരും കുട്ടികളുമായിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതൊരു കൺസേൺ ആയിരിക്കും. ഇപ്പോൾ ഞാനും മാരിയലും ഞങ്ങൾ എല്ലായിടത്തും ഞങ്ങൾ 2 പേരുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രോബ്ലം വന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത് നമ്മുടെ NRIs ആയിട്ട് പുറത്തുനിന്ന് വരുന്നവരൊക്കെ ഇത് സ്റ്റേ എടുക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അവർക്ക് ഇങ്ങനൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. നമുക്കൊരു അഡീഷണൽ ബെഡ് വേണം, അതിനൊരു ചാർജ് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. ബാത്റൂം സൈഡ് നോക്കുകയാണെങ്കിൽ അതും എൻ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. ഓക്കെ 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 ഇറ്റ്സ് നൈസ്ലി അറേഞ്ച്ഡ്. ഓക്കെ, കുറച്ച് ഓപ്പൺ സ്പേസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഗെറ്റിംഗ് ക്ലോസ് ടു നേച്ചർ. നമുക്ക് എല്ലാവർക്കും സിയാർ എന്ന് പറഞ്ഞ ഒരു അഭിമാനമാണ്. വളരെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടും അല്ലെങ്കിൽ സൗരോർജ്ജം അല്ലെ സോളാറിൻ്റെ കാര്യത്തിൽ ഇവർ മുന്നിലാണ്. അത് കീപ്പ് അപ്പ് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങളെല്ലാം. ഇതും സോളാർ പവർഡ് തന്നെയല്ലേ? ഇതിൻ്റെയും സോഴ്സ് സോളാർ പവേർഡാണ്. അതൊരു പ്രൗഡ് നമുക്ക്. എനിക്കും ആര്യൻ്റെ അടുത്ത് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വളരെ ഹാപ്പി ആയിരുന്നു. ഷീസ് ഓൾസോ ക്വൈറ്റ് ഹാപ്പി. നമുക്ക് മലയാളികളെന്ന നിലയിൽ ത്രൂ ഔട്ട് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സ്ഥാപനമാണ്. പിന്നെ കൺവീനിയൻസ് ആണ്. നമുക്ക് ഇവിടുന്ന് ബഗ്ഗി സർവീസ് എയർപോർട്ടിലേക്ക് വിടും. അതിന് അഡീഷണൽ കോസ്റ്റ് ഒന്നും വരുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് ആരെങ്കിലും ഇപ്പം സെയിം സിനാരിയോ മാരീനെ ഞാനിവിടെ ഡ്രോപ്പ് ചെയ്യുന്നു. ഷീസ് ഇൻ എ സേഫ് ഹാൻഡ് ആക്ച്വലി. എനിക്ക് എൻ്റെ യാത്രയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അവളുടെ ലഗേജും എല്ലാ കാര്യങ്ങളും ചെക്ക് ഇൻ ചെയ്യുന്നിടത്ത് വരെ എത്തുന്ന ഉള്ള സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ പുറത്ത് എടുക്കുവാണെങ്കിൽ പിന്നെ ഒരു ട്രാൻസ്പോർട്ടേഷൻ നോക്കേണ്ടതായിട്ട് വരും. പുറത്തും അവൈലബിലിറ്റി ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, പുറത്തും ഉണ്ടാവും. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിരിക്കും, എസ്പെഷ്യലി ഇഫ് യു ആർ ട്രാവലിംഗ് വിത്ത് എ ഫോറിനർ. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഓഫീസ് സ്പേസ്, അങ്ങനെയുള്ള ബോർഡ് റൂം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതായത് ഇപ്പോൾ ഞാൻ പറയാം, നമുക്ക് ദുബായിൽ നിന്ന് നമുക്ക് ഇവിടെ വന്ന ഒരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഡീല് സംസാരിക്കണം. ഇവിടെ ജസ്റ്റ് എയർപോർട്ടിൽ വരിക, പെട്ടെന്ന് മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്കാണ് ലോകത്തിൻ്റെ പോക്ക്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവർ അതിനുള്ള സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതെന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു കോ വർക്കിംഗ് സ്പേസിനെ കുറിച്ച് പറഞ്ഞു. കോ വർക്കിംഗ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്. ബേസിക്കലി നമുക്ക് എല്ലാ കാര്യങ്ങളും നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് ഹൈ ഇൻ്റർനെറ്റ് സ്പീഡോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റും.
ഇതാണ് കോൺഫറൻസ് റൂം. ഓക്കെ, ഇത് നല്ലൊരു കപ്പാസിറ്റി ഉണ്ടല്ലോ, ഒരു 100 കപ്പാസിറ്റി ഉള്ള ഒരു കോൺഫറൻസ് റൂമുണ്ട്. അപ്പം നിങ്ങളുടെ അല്ലേ ഇപ്പം മലേഷ്യൻ ടൂർ അല്ലെങ്കിൽ ബിയോണ്ട് ദ ബോർഡറിൻ്റെ കൂടെയുള്ള യാത്രകളിൽ നമ്മളൊരു ഗ്രൂപ്പ് വരുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് നമ്മുടെ ട്രിപ്പിൻ്റെ പ്ലാന് എല്ലാം ഒന്നും കൂടെ ഒന്ന് റിയഷ്യൂർ ചെയ്യാനോ, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്നാൽ പോലും ഒരു ഗ്യാതറിങ് പോയിൻ്റായിട്ട് നമുക്ക് ഈ ഫെസിലിറ്റി യൂസ് ചെയ്യാൻ പറ്റും. അതൊരു നല്ല പോയിൻ്റായിട്ട് എനിക്ക് തോന്നി. ഓക്കെ, ഇവിടെ ഒരു 10 packs ബോർഡ് റൂംസ് ഇങ്ങനെ വരുന്നുണ്ട്. അതൊരു ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നി. അപ്പോൾ ഈ ഫെസിലിറ്റി എല്ലാം കൂടെ വരുമ്പം ശരിക്കും പറഞ്ഞാൽ എല്ലാം വൺ സ്റ്റോപ്പാണ്. അതായത് ഏറ്റവും മച്ച് മോർ കൺവീനിയൻ്റ് ആയിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് ഈ ബ്ലോക്കിൽ കിടക്കുന്ന പ്രശ്നങ്ങളോ ഒന്നുമില്ല, ഒരു ഹോട്ടൽ തപ്പ് പോകേണ്ട കാര്യങ്ങളില്ല. ഇത് പിന്നെ ഇവരുടെ ബുക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മേക്ക് മൈ ട്രിപ്പിലും ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ 0484 എന്ന് പറയുന്ന നമ്മുടെ, ഇനി അഥവാ മറന്നു പോവുകയാണെങ്കിൽ നമ്മുടെ പഴയ എറണാകുളം കോഡ് ഓർക്കുക, കയറി അടിച്ചു നോക്കുക, എയറോ ലോഞ്ച് എന്ന് അടിച്ചു നോക്കുക, കയറുക, അവിടെ കയറി ബുക്ക് ചെയ്യുക, അതായിരിക്കും നല്ലത്. ഞാൻ ഡയറക്റ്റ് പിന്നെ അവിടെ നമുക്ക് 2 or 3 കോൺടാക്ട് നമ്പർ ഉണ്ട്, അതൊരു ബെനിഫിറ്റാണ്. സാധാരണ നമ്മളിങ്ങനെ വിളിക്കുമ്പോൾ ഒരു നമ്പർ വിളിച്ചാൽ കിട്ടിയല്ല, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അത് ഒഴിവാക്കി 3-4 കോൺടാക്ട് നമ്പർ ഉണ്ട്, ആ നമ്പറിൽ വിളിക്കാം. 6 hours ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്പറിൽ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യുക. വെബ്സൈറ്റിൽ ആ ഓപ്ഷൻ തരുന്നില്ല, ഫ്യൂച്ചറിൽ തരുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് ഒരു കൺവീനിയൻ്റ് ആയിരുന്നു തന്നെ അങ്ങനെ കിട്ടുമായിരുന്നെങ്കിൽ. അതുപോലെ തന്നെ ഇത് ഓരോ ഓപ്ഷൻ അല്ല കേട്ടോ, 2-3 ഓപ്ഷൻ, അതായത് 2-3 ടീമിന് വേണമെങ്കിലും വരാം. ഇപ്പോൾ വലിയൊരു ടീം വരുവാണ്, ഹജ്ജിൻ്റെ ടീം വരുവാണ്, അവർക്ക് ഒത്തിരി പേരുണ്ടാവുമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഫെസിലിറ്റി എല്ലാം ഉപയോഗിക്കാം. സൗണ്ട് പ്രൂഫാണ്, എക്കോ ഇതുണ്ട്, വി ക്യാൻ സീ ഇത് വോളൊക്കെ സൗണ്ട് പ്രൂഫാണ്, പ്രൊജക്ടറൊക്കെ ഓൾറെഡി ഉണ്ട്. നമ്മൾ ഈവൻ അവിടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പ്രൊജക്ടറിൽ നമ്മുടെ ട്രിപ്പ് പ്ലാന് Day 1, Day 2, Day 3 എന്ന് പറഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അവിടെ അവരെ ഇരുത്തി കംഫർട്ടബിൾ ആക്കാൻ പറ്റും. ഇവിടെ ആകെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് ഇനി ഫ്യൂച്ചറിൽ വരാൻ നിൽക്കുന്നത് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഫെസിലിറ്റീസാണ്. ഫുഡിനുള്ള ഒരു ഓപ്ഷനും കൂടെ ഇപ്പോൾ വരാൻ പോവുകയാണ്. അതും കൂടെ വന്നാൽ ഇതൊരു വൺ സ്റ്റോപ്പായി, നമുക്കെല്ലാം നമുക്കായി. അപ്പം ഇനി നമ്മൾ പ്രവാസികൾ നാട്ടിൽ നിന്ന് പുറത്തുനിന്ന് വരും. ഞാനിതൊരു പ്രൊമോഷനായിട്ട് ചെയ്യുന്നതല്ല, എനിക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. ബോംബെയിൽ ലോഞ്ച് എടുത്തതിൻ്റെ റീസൺ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. നമ്മൾ വേറൊരു പെട്ടെന്ന് ഒരു സ്ഥലത്ത് വന്ന് ഇറങ്ങി നമ്മളൊരു കൂട്ടുകാരനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഒരു ടാക്സി ഊബർ ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല. അവിടെ തന്നെ നമുക്ക് നടന്നു പോയി കാര്യങ്ങൾ കഴിഞ്ഞ്. ഇത്തിരി സാധാരണ ലോഞ്ചുകളെല്ലാം എക്സ്പെൻസീവ് ആണ് പൊതുവേ വരുന്നത്, പക്ഷേ ഇത് അത്ര എക്സ്പെൻസീവ് ഇല്ല. പിന്നെ വേറൊരു കാര്യം, ഡ്രോപ്പ് ഓഫിന് വരുന്ന ആൾക്കും കൂടെ വരാൻ പറ്റും. അതാണ് വേറൊരു ഗുണം. ബാക്കിയുള്ള ലോഞ്ചുകളിൽ ആ സൗകര്യം കിട്ടിയെന്ന് വരികയില്ല. നമുക്ക് ഇപ്പം സാധാരണ നമ്മൾ ഈ ഇന്ത്യയിലുള്ള എയർപോർട്ടുകളിൽ ജസ്റ്റ് ആ പാർക്കിംഗ് യാർഡ് വരെ നമ്മുടെ കൂടെ വരുന്ന ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ അങ്ങനെ വരുന്ന കേസിൽ ഇത് നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളാണ്. നമുക്ക് അവരെ കയറ്റി റൂമിൽ കൊണ്ടേ ആക്കി, ഇപ്പോൾ മാരീനെ ഞാൻ റൂമിൽ കൊണ്ടേ ആക്കി അവർക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് നമുക്ക് പീസ് ഓഫ് മൈൻഡായിട്ട് പോകാൻ പറ്റും. എസ്പെഷ്യലി ലോങ് ഫ്ലൈറ്റൊക്കെ എടുക്കുന്നവർക്ക് സ്പാ അവർ എല്ലാ എയർപോർട്ടുകളിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിലും ഇവിടെ നമുക്ക് ഫെസിലിറ്റീസ് ഉണ്ട്. ഇവിടെയുള്ള ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അത് 24 hours ഉണ്ട്. ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പം മാരിനുമായിട്ട് ഞാൻ ഇമോഷണലി എന്താ പറയുക, ഇത്രയും ദിവസത്തെ യാത്ര ഒത്തിരി എന്താ പറയുക, എനിക്ക് വളരെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ഫാമിലിയോടൊപ്പം തന്നെ നിങ്ങളും തന്ന സപ്പോർട്ട് എനിക്ക് ഭയങ്കര വലുതാണ്. ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഫാമിലി ഇല്ലാതെ വേറൊരു ഫോറിൻ നാഷണലിലൂടെ സഞ്ചരിക്കുക, അതിൻ്റെ ചലഞ്ച്, അവരെ കംഫർട്ടബിൾ ആക്കുക, ഇതൊക്കെ എനിക്കൊരു ലേണിംഗ് കേവ്സ് തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കൂടെയും, നമ്മൾ ഒത്തിരി മലയാളികൾ പുറത്ത് താമസിക്കുന്നുണ്ട്, നമ്മുടെയൊക്കെ കൊളീഗ്സിനെ ഇന്ത്യ കാണാൻ വരണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഇതൊരു റെഫറലായി മാറും എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെ പ്ലാൻ ചെയ്യാം, പക്ഷേ ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. നമ്മൾ ഇന്ത്യൻസ് ട്രാവൽ ചെയ്യുന്നവരെ അവർ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് ലിമിറ്റഡ് സ്ഥലങ്ങൾ കവർ ചെയ്താൽ മതി, ഒത്തിരി സ്ഥലങ്ങൾ കവർ ചെയ്യണമെന്നല്ല. എവറി സെക്കൻഡ് ഡേ ഒരു റിലാക്സിങ് ഡേ അവർ പ്രിഫർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തുകൊണ്ടാണ് മൂന്നാർ കാണിച്ചില്ല, അല്ലെങ്കിൽ വാട്ടർ മെട്രോ കാണിച്ചില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. വേറെ ഒന്നും കൊണ്ടല്ല, ഈ പറഞ്ഞ പോലെ അവർക്ക് കുറച്ച് റിലാക്സേഷൻ ടൈം കൊടുക്കണമായിരുന്നു, അതുകൊണ്ടാണ്. പക്ഷേ ഇനിയും കേരളത്തിൻ്റെയും ഇനിയും ഞാൻ ഓരോ വർഷം വരുന്ന ആളാണ്. അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ഫാമിലി ആയിട്ടായിരിക്കും ഞാൻ മൂന്നാറും എല്ലാം കാണിക്കണം തന്നെയാണ് എനിക്കും ഇനി എൻ്റെ ബാക്ക് ട്രിപ്പ് ഉണ്ട്. ഞാൻ തിരിച്ചു വരുന്ന വരെയുള്ള കേപ്പ് ടൗണിൽ തിരിച്ചെത്തുന്ന വരെയുള്ള വിഷ്വൽസ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ ശ്രമിക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എയർപോർട്ടിൽ മാരിനെ ദുബായ് പറയുന്നില്ലേ എന്ന്. പക്ഷേ അങ്ങനെയല്ല ഞാൻ പ്ലാൻ ചെയ്തത്. ഇവിടെ മാരിനെ കൊണ്ട് സേഫാക്കി ഒന്ന് കംഫർട്ടബിൾ ആക്കി. എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും 3 hour ജേണി നമ്മളെ സംബന്ധിച്ച് വലിയ ഒരു ജേണി അല്ല. പക്ഷേ മാരിന് 3 hour ഒരു 3 hours ജേണി എന്ന് പറയുന്നത് ഇച്ചിരി ടഫാണ്. അപ്പോൾ അവർക്കൊന്ന് ഫ്രഷ് ആവണം. അതുകൊണ്ടാണ് ഞാൻ ഈ 0484 എന്ന് പറയുന്ന ലോഞ്ച് എടുത്തത്. അപ്പോൾ മാരിൻ്റെ ഫ്ലൈറ്റ് ഈ രാത്രി 10 മണിക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് മാരിനെ കംഫർട്ടബിൾ ആക്കി ഇവിടെ ആക്കിയതിന് ശേഷം എനിക്ക് എൻ്റെ യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതാണ് മാരിയൻ. It's almost time to say yes, bye. That's the end of our journey. I shall see you back at home.
Thank you, Beyond Borders with Sajo. It was a lovely trip, very informative, very busy, but I got my spa days in and I got my dental work done. Yes. So I'm very happy. And till our next trip, I will not say goodbye, I shall say till later. And we'll see again in South Africa. And after all, we are colleagues as well. We are travel partner. More than that, we colleagues as well. So, I'm sure she knows exactly what I do and what kind of travel. So, we'll keep you posted now what's happening that I'll side. follow the videos. Okay, Marian, thank you. Thank you. Thank you. All right.